ഇപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ വിചാരം എന്താണ്? വായിക്ക് രുചിയുള്ളതെല്ലാം മനുഷ്യൻ്റെ ഭക്ഷണമാണെന്നാണ് മനുഷ്യൻ്റെ വിചാരം, അല്ലേ? അപ്പോൾ ഡയജഷനെ കുറിച്ചുള്ള നോളജ് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ ഞാനൊക്കെ +2 ബയോളജി സയൻസ് പഠിച്ച ഒരാളാണ്. അപ്പോൾ ഞാനൊക്കെ ഈ ഒരു ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചു വന്നപ്പോഴാണ് ഡൈജഷൻ എങ്ങനെയാണ് നടക്കുക നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നമ്മുടെ വിചാരം എന്ത് സാധനവും ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വയറ്റിൽ ചെല്ലുമ്പോൾ ഇതങ്ങ് ദഹിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിരുദ്ധാഹാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ മുഴുവൻ ആളുകൾ ചീത്തവിളിയാണ്. ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുന്നത് വിരുദ്ധാഹാരമാണ്, അല്ലെങ്കിൽ പുട്ടും കടലയും വിരുദ്ധാഹാരമാണ്, പുട്ടും പയറും വിരുദ്ധാഹാരമാണ്, മലയാളിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും പയറും. ഇത് വിരുദ്ധാഹാരമാണെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് കഴിക്കണമെന്ന് ചോദിച്ചാൽ ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഫുഡ് സയൻസ് അല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കുന്നത് എങ്ങനെ, ഇത് പറഞ്ഞു തരാനോ പഠിപ്പിച്ചു തരാനോ നമ്മൾ ഫെയിലിയർ ആയിപ്പോയി എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ശരീരത്തിന് ശരിക്കും വേണ്ടത് ഒന്ന് പ്രോട്ടീൻ, അടുത്തത് ഫാറ്റ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്. ഇതിൻ്റെ മൂന്നിൻ്റെയും ദഹനത്തിൻ്റെ പ്രോസസ്സ് തന്നെ വേറെയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ശരിക്കും വായിൽ നിന്ന് തന്നെ ദഹിച്ചു തുടങ്ങും. കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിക്കുന്നത് വായിലെ ഉമിനീരാണ്. അപ്പോൾ നമ്മളൊരു ഭക്ഷണം, ഒരു അരി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ മുതൽ അതിൻ്റെ ദഹനം ആരംഭിക്കും. അത് നമ്മുടെ കുടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സലൈവയുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുടലിൽ അതിൻ്റെ ആഗിരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഉമിനീര് അല്ലെങ്കിൽ വായിൽ തൊട്ടാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം തുടങ്ങുന്നത്. പക്ഷേ പ്രോട്ടീൻ്റെ കേസിൽ നേരെ വിപരീതമാണ്. നമ്മളൊരു ഇറച്ചി കഴിച്ചു, മുട്ട കഴിച്ചു, അല്ലെങ്കിൽ പയറ്, ഇതെല്ലാം പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ വായിൽ വെച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഉമിനീരുമായിട്ട് ചേർന്ന് ഇതിനൊന്നും സംഭവിക്കുന്നില്ല. ഇത് വയറ്റിൽ ചെല്ലുമ്പോൾ വയറ്റിലുണ്ടാക്കുന്ന ആസിഡാണ് ഇതിനെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ അസിഡിക് മീഡിയത്തിലാണ് പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഒരു കുഴപ്പം, അസിഡിക് മീഡിയത്തിൽ കാർബോഹൈഡ്രേറ്റ് ദഹിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുട്ടും പയറും കഴിക്കുന്നു. പുട്ടെന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റാണ്, പയറെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വയറ്റിൽ ചെന്നു. പ്രോട്ടീനെ ദഹിപ്പിക്കാൻ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ആസിഡ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ അസിഡിക് മീഡിയം വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്താവും? അത് ദഹിക്കില്ല. അത് ദഹിക്കാതെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ശരിക്കുമുള്ള ന്യൂട്രീഷൻ ഫാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ കഴിക്കുന്നതിൻ്റെ 60% ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ പോഷകവും കിട്ടും. പക്ഷേ ഈ തെറ്റായ കോമ്പിനേഷനിൽ കഴിക്കുമ്പോൾ ഒരിക്കലും ഇത് ബോഡിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പുട്ടും പയറും അങ്ങനെയാണ് തെറ്റായ ഫുഡാകുന്നത്. ഇഡ്ഡലി ദോശ തെറ്റായ ഫുഡാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിക്ക് വേണ്ടി നമ്മളിടുന്ന അരി എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റാണ്, ഉഴുന്ന് പ്രോട്ടീനാണ്. അപ്പോൾ ഇത് തെറ്റായ ഭക്ഷണമാണ്. ഇതിൽ നമ്മുടെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. അതേപോലെ തന്നെ ഫാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ആളുകൾ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമയിലൊക്കെ ജയറാമിൻ്റെ ഒരു സിനിമയിലൊക്കെ അതിനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി കുടിച്ചാൽ ദഹിക്കുമോ? ഈ പ്രകൃതി ചികിത്സയിലൊക്കെ ആൾക്കാർ പറയും ഭക്ഷണം കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ ഇത് ദഹിക്കാൻ വെള്ളം വേണ്ടേ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ശരിക്കും നമ്മുടെ കുടൽ ഇതിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമ്മുടെ വയറ്റിൽ ഒരു ഗ്രന്ഥി തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് ഒരു സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്ന പോലെ എന്നാണ്. അങ്ങനെയല്ല ഇൻറ്റേർണൽ പ്രോസസ്സ്. അപ്പോൾ ദഹനത്തിന് ആവശ്യമായ വെള്ളം ശരീരം തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എക്സസ് ആയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ നമ്മുടെ വൻകുടൽ ആഗിരണം ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുടലിൻ്റെ പണി കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ പ്രോട്ടീനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിനെ ദഹിപ്പിക്കാനുള്ള ആസിഡ് അതിന് ന്യൂട്രലായി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം ദഹിക്കാനായിട്ട് താമസം ഉണ്ടാവും.